തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് അധികൃതർ ആക്രമിക്കപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. എൻഫോഴ്സ്മെന്റ് അധികൃതർക്ക് നേരെ അതിക്രമം നടത്തിയത് CPM പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടിയാണ് എന്ന ആരോപണം എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ കോടതിയിലും ഉന്നയിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 40ഓളം CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM അക്രമകാരികളാണ് ഇപ്പോൾ അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുന്നത്. ഇവരെല്ലാം സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട നിലയിലുള്ളവരല്ലാത്തതിനാൽ തന്നെ ഇവരിൽ പലരുടെയും കുടുംബങ്ങൾ ഇപ്പോൾ പട്ടിണിയും പരിവട്ടമായിട്ടാണ് കഴിയുന്നത് എന്നും സൂചനകളുണ്ട്. സംഭവമുണ്ടായി 1.5 മാസങ്ങൾക്കിപ്പുറവും ഇവർക്കാർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. ഉടനെ ഒന്നും ഇവർക്ക് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് അന്ന് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്കും CRPF അധികൃതർക്കും നേരെ മാത്രമല്ല അവർ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെയും CPM ഗുണ്ടകൾ അതിക്രമം കാട്ടിയിരുന്നു. ആ സംഭവത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം സംഭവിച്ചത് ശ്യാംരാജ് എന്ന വ്യക്തിയുടെ യുവാവിൻ്റെ വാഹനത്തിനായിരുന്നു. അയാളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും 4 വിൻഡോ ഗ്ലാസുകളും ഈ അക്രമകാരികൾ തല്ലി തകർത്തിരുന്നു. ഇതിനു പുറമെ വാഹനത്തിൻ്റെ ബോഡിയിലും കല്ലും കട്ടയും ഉപയോഗിച്ച് അവർ ക്ഷതമേൽപ്പിച്ചിരുന്നു. ഈ ശ്യാംരാജ് എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ട്രേഡ് യൂണിയൻ വിഭാഗമായിട്ടുള്ള CITUവിൻ്റെ അംഗവും പ്രധാനപ്പെട്ട ആ ടാക്സി സ്റ്റാൻഡിലെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുമായിരുന്നു. ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്കാരാണ് ശ്യാംരാജിൻ്റെ വാഹനം തള്ളിത്തകർത്തത് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ CPM നേതാവായിട്ടുള്ള രാജ്യസഭാ MPയും അന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന നേതാവുമായിരുന്ന A റഹീം തൻ്റെ വലിയവായുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ശ്യാംരാജിനെ ചേർത്ത് നിർത്തുമെന്നും ആ വാഹനത്തിനുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ പരിഹരിക്കുവാനായി പാർട്ടി തന്നെ പണം നൽകുമെന്നുമായിരുന്നു റഹീമിൻ്റെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ ഈ വാഹനം പണി തീർന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കുവാൻ ഒരു മാർഗവുമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശ്യാംരാജ് എന്ന യുവാവ്. 1,85,000 രൂപയുടെ പണിയാണ് ഈ വാഹനത്തിന് ഉണ്ടായിട്ടുള്ളത്. ഈ പൈസ എങ്ങനെ കണ്ടെത്തണമെന്നറിയാതെ ശ്യാംരാജ് അന്തിച്ചു നിൽക്കുമ്പോൾ CPM അയാളെ സഹായിക്കുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ശ്യാംരാജിനെ അങ്ങോട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു നേതാക്കൾ പോലും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്യാംരാജ് നേതാക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നത് വരട്ടെ, നോക്കാം, വാഹനത്തിൻ്റെ പണി കഴിയട്ടെ എന്നൊക്കെയാണ്. ഏതൊക്കെയാണെങ്കിലും CPM മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടും ഈ വിഷയത്തിൽ നിന്ന് നൈസായി അങ്ങ് തലയൂരുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കാൻ. ശ്യാംരാജ് എന്ന CITUക്കാരനായ CPM അനുഭാവിയായ യുവാവ് ഇപ്പോൾ തൻ്റെ കുടുംബം പുലർത്തുവാനായി കൂലിപ്പണിക്ക് പോകേണ്ട ഒരു ഗതികേടിലാണുള്ളത്. ഓർക്കണം, സ്വന്തമായി ഒരു വാഹനമുണ്ടായിരുന്നു, അത് മാന്യമായി ടാക്സിയായി ഓടിച്ച് ജീവിച്ചിരുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തെ CPMൻ്റെ ഒരു അതിക്രമ സമരം എത്തരത്തിലാണ് പ്രതിസന്ധിയിലാക്കിയതെന്ന്, അയാളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് CPMൻ്റെ ഈ പ്രതിഷേധ നാടകം എത്തരത്തിലാണ് തള്ളിവിട്ടത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. CPMൻ്റെ എല്ലാ സമരങ്ങളും CPMൻ്റെ എല്ലാ പ്രഹസനങ്ങളും ഇത്തരത്തിൽ സർവ്വസാധാരണക്കാരുടെ ജീവിതത്തിന് വലിയ രീതിയിലുള്ള ദുരന്തവും ആഘാതവുമാണ് സമ്മാനിക്കുന്നത്. റഹീമിനെ പോലുള്ള കോമാളികളായിട്ടുള്ള യുവ നേതാക്കൾ ചാനലുകൾക്ക് മുമ്പിൽ വലിയ വർത്തമാനം പറയുകയും എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കാതെ കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് കേരളത്തിലെ അധപ്പതിച്ച CPM രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെങ്കിലും CPM കൈവിടുമ്പോഴും ശ്യാംരാജ് എന്ന യുവാവിനെ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ ചേർത്ത് നിർത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശ്യാംരാജിൻ്റെ വാഹനത്തിൻ്റെ പണിക്ക് വേണ്ടി ചെലവായ തുക എൻഫോഴ്സ്മെൻറ്റ് നൽകുമെന്നും ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് അധികൃതരെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ അഭിനന്ദിക്കേണ്ട മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്. മലയാള മനോരമയുടെ റിപ്പോർട്ടറായ സനകൻ വേണുഗോപാലാണ് ശ്യാംരാജിൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ ന്യായീകരണം ക്യാപ്സൂളുകളായി CPMൻ്റെ ഭാഗത്തു നിന്ന് ഏതു നിമിഷവും പുറത്തു വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. സാധാരണക്കാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുക എന്നത് CPM നേതാക്കളുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് എന്ന വസ്തുതയും നാം മറന്നു പോകരുത്. തിരുവനന്തപുരം മേയറായിരിക്കെ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ മുൻ MLA സച്ചിൻ ദേവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് KSRTCയുടെ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവിൻ്റെ പണി ഇവർ കളഞ്ഞത്. അതിനുശേഷം യദു ഒരുപാട് തവണ ഒരുപാട് അധികൃതരുടെ മുമ്പിൽ കാലും കൈയും പിടിച്ചു ചെന്നെങ്കിലും ആരും മനുഷ്യത്വപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. CPM നേതാക്കളുടെ ധാർഷ്ട്യം ഭയന്ന് ഉദ്യോഗസ്ഥർ പോലും യദുവിന് നേരെ മുഖം തിരിക്കുകയായിരുന്നു. ഏതൊക്കെയാണെങ്കിലും UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ താൽക്കാലികമായി നിയമസഭാ മന്ദിരത്തിൽ ഒരു ഡ്രൈവർ തസ്തികയിൽ യദുവിനെ നിയമിച്ചിട്ടുമുണ്ട്.
ഓർക്കണം, ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ചേർന്ന് യദുവിൻ്റെ ജോലി കളഞ്ഞു എന്ന് മാത്രമല്ല, അയാളെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ വരെ നടത്തുകയുണ്ടായി. ആര്യ രാജേന്ദ്രനെതിരെ അശ്ലീല ആംഗ്യം കാട്ടി എന്ന ആരോപണം ഉന്നയിച്ചാണ് അത്തരത്തിലുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യദുവിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തത്. സ്വന്തം ഭാര്യയെ അശ്ലീലം കാട്ടിയിട്ടും നോക്കി നിന്നിരുന്ന ഭർത്താവായ സച്ചിൻ ദേവിൻ്റെ ഷണ്ടത്തത്തെ ഓർത്ത് അന്ന് തന്നെ വ്യാപകമായ പരിഹാസങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഏതൊക്കെയാണെങ്കിലും യദുവിന് പിന്നാലെ ഇപ്പോൾ ശ്യാമും ഈ CPM അതിക്രമത്തിൻ്റെ ഇരയായി മാറുന്നു എന്ന വസ്തുതയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. CPMൻ്റെ ഒരു പതിവ് ശൈലിയുള്ള കലാപരിപാടിയാണിത്. അതായത് അതിക്രമ സമരങ്ങൾ നടത്തിക്കൊണ്ട് അതുവഴി തെരുവുകളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസക്തി പിടിച്ചു നിർത്തുവാനാണ് CPM ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തവണ അധികാരത്തിലേറിയ UDF സർക്കാരിന് മുമ്പിൽ ഈ തെമ്മാടിത്തരം ചിലവാകില്ല എന്ന കൃത്യമായ സൂചനകളും പുറത്തു വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല പോലീസുകാർക്ക് കർശനമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള അതിക്രമ സമരത്തെയും പോലീസ് പ്രോത്സാഹിപ്പിക്കുകയോ കണ്ടു നിൽക്കുകയോ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് നടത്തിയ SFI പ്രവർത്തകർ പോലീസിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിക്കുകയും പിന്നീട് പോലീസ് തങ്ങൾക്ക് നേരെ ബ്ലേഡ് ആക്രമണം നടത്തുകയും ചെയ്തു എന്ന ആരോപണം ഉയർത്തുകയും ചെയ്ത സംഭവം. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് SFIയുടെ ഈ വാദമുഖങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് ഈ അതിക്രമത്തിന് മുൻകൈയെടുത്ത ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്ന ബ്ലേഡ് കൊണ്ട് പോലീസുകാരെ ആക്രമിച്ച SFIയുടെ പ്രമുഖ നേതാക്കളെ അടക്കം പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ DYFIക്കാരോ CPMകാരോ ഒന്നും തെരുവിൽ വലിയ രീതിയിലുള്ള കസർത്തുമായി ഇപ്പോൾ പുറത്തിറങ്ങുവാൻ ധൈര്യപ്പെടുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓർക്കണം, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 10 കൊല്ലം ഈ നാട് ഭരിച്ചപ്പോൾ ആ അധികാരത്തിൻ്റെ തിമിർപ്പിൽ എല്ലാവരോടും അതിക്രമവും കടന്നുകയറ്റവും നടത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അധികാരത്തിന് പുറത്തു നിൽക്കുമ്പോഴും ഇതേ ശൈലിയിൽ തന്നെ തുടരുവാനുള്ള CPMൻ്റെ നീക്കങ്ങളുടെ കൃത്യമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ ഒക്കെ തന്നെയും. ഇതിനെതിരെ ജാഗ്രത പുലർത്തുകയും കർശന നിലപാടുമായി രംഗത്തെത്തുകയും ശക്തമായ വിമർശനമുയർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കും കൂടിയുണ്ട്. കാരണം അത് സംഭവിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്ന, നമ്മുടെ ഉപജീവന മാർഗങ്ങൾക്ക് മേൽ കത്തിവെക്കുന്ന CPMൻ്റെയും DYFIയുടെയും SFIയുടെയും ഈ തെമ്മാടിത്തരങ്ങൾ അവർ അനുശ്രുതം തുടർന്നുകൊണ്ടേയിരിക്കും. തെരുവിലിറങ്ങി വേഷം കെട്ട് കാണിക്കാൻ ഇറങ്ങിയാൽ പോലീസിനൊപ്പം നിന്ന് ഇവരെ കൈകാര്യം ചെയ്യുവാനുള്ള ആർജവത്തിലേക്ക് മലയാളി ഉയർന്നു വന്നില്ല എങ്കിൽ ഈ അധപ്പതിച്ച രാഷ്ട്രീയ സംസ്കാരത്തിന് ഒരു അന്ത്യം കാണുവാൻ കഴിയുകയില്ല എന്നതും ഓർക്കേണ്ടതാണ്. ഏതൊക്കെയാണെങ്കിലും CPMൻ്റെയും CPMൻ്റെ പോഷക സംഘടനകളുടെയും ഈ രാഷ്ട്രീയ തെമ്മാടിത്തത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. റഹീമിനെ പോലുള്ള നേതാക്കളുടെ വാക്കിന് എത്രമാത്രം വിലയില്ല എന്നതുകൂടിയാണ് ശ്യാമിനുണ്ടായിട്ടുള്ള ദുരനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. റഹീം ഉൾപ്പെടെയുള്ള CPMൻ്റെ നേതൃത്വത്തിൻ്റെ വിശ്വാസ്യതയില്ലായ്മയും തിരിച്ചറിയുവാനുള്ള ഏറ്റവും നല്ല അവസരമായി ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.